ഹായ് ഗൈസ്, എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാച്ചിയ വെളിച്ചെണ്ണ കൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ വേറൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കറ്റാർവാഴ തന്നെയാണ്. കറ്റാർവാഴ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയ കറ്റാർവാഴ, അതിൻ്റെ ഗുണം തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ല പുറമേ വാങ്ങിയതിനൊന്നും ഒന്നും ഒരു ഗുണവും നമുക്ക് തരാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കറ്റാർവാഴ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തിയ കറ്റാർവാഴ തന്നെ എടുക്കാൻ നോക്കണം. കരിഞ്ജീരകത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കാരണം കരിഞ്ജീരകം വളരെയധികം ഉപയോഗപ്രദമായ ഒരു ഔഷധം തന്നെയാണ്. നമുക്ക് പ്രമേഹ രോഗത്തെ വരെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് കരിഞ്ജീരകം. അതുപോലെ കറിവേപ്പിലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ എല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ഉലുവ. ഇത് മൂന്നും നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ കറ്റാർവാഴയായാലും അതെ, മുടിക്കായാലും മുഖ സൗന്ദര്യത്തിനായാലും എല്ലാത്തിനും ഉപയോഗപ്രദമായ ഒന്നാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി നമുക്ക്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കറ്റാർവാഴ ഒന്ന് അരച്ചെടുക്കാൻ വിചാരിച്ചത്. കാരണം ഇത് നമ്മൾ നേരിട്ട് തന്നെ ഇത് പൊടിച്ചെടുത്തത് വെളിച്ചെണ്ണ ഓയിലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിൽ അല്ലെങ്കിൽ ഓയിൽ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പൊടി ഇട്ടാൽ ചിലപ്പോൾ വേഗം കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓയിൽ ചൂടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് പൊടിച്ചതിന് ശേഷം ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കറ്റാർവാഴ അരച്ചിട്ട് അതും കൂടെ ആ വെളിച്ചെണ്ണയിലിട്ട് യോജിപ്പിച്ചിട്ടാണ് ഞാൻ കാച്ചാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മല്ലാർ കോക്കനട്ട് ഓയിലാണ് നമ്മൾ അധികവും ഈ കാച്ചാൻ വേണ്ടിയിട്ട് വാങ്ങൽ. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയ വെളിച്ചെണ്ണ നമുക്ക് കിട്ടൂല. കാരണം വെച്ചാൽ നമുക്ക് തേങ്ങയൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം കറിക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കിട്ടൂല തേങ്ങയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് മല്ലാർ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കാച്ചാൻ വേണ്ടി വാങ്ങൽ. അപ്പോൾ ലേശം മഞ്ഞ കളർന്ന ഓയിലില്ല നമ്മൾ സാധാ വാങ്ങുന്നത്, അതൊന്നും അത്ര നല്ലതല്ല ഗൈസ്. അതെൻ്റെ ഒരു അറിവിൽ അതൊന്നും അത്ര നല്ലതല്ല. ഈ മല്ലാർ കോക്കനട്ട് ഓയിൽ നമ്മളെ ഒരു അനുഭവം കൊണ്ട് പറയുന്നത് നല്ല ഒരു ഓയിൽ തന്നെയാണ്. അപ്പോൾ ആ ഓയിൽ ഞാൻ നേരെ ഈ 1 ലിറ്റർ ഓയിലാണ്, അത് ഞാൻ നേരെ പാത്രത്തിലേക്ക് കാച്ചാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം, ഒരു തുള്ളി പോലും വെള്ളമയം ഇല്ല, നല്ല ഉണങ്ങിയ നല്ല ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതുപോലെ വെള്ളമയം തീരെ ഇല്ലാത്ത ഒരു കയ്യിൽ കൊണ്ട് തവി കൊണ്ട് നമ്മൾ ഇളക്കാനും നോക്കുക. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ മൊത്തം പാക്കറ്റിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൊടിച്ചിട്ട ഉലുവയും കരിഞ്ജീരകവും കറിവേപ്പിലയും കൂടി ഉള്ളത് പൊടിച്ചെടുത്തത് നേരിട്ട് തന്നെ അതിലേക്ക് ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്താൽ വേഗം കരിഞ്ഞു പോവുകയും ചെയ്യും, അതിൻ്റെ ഗുണം നമുക്ക് വെളിച്ചെണ്ണയായിട്ട് കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് തന്നെ ഒന്ന് കാച്ചിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ച ഒരു റെസിപ്പി ആട്ടോ ഇത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കറയെല്ലാം കളഞ്ഞ കറ്റാർവാഴ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലൊരു മുള്ളുവാകില്ല, അതൊന്ന് ഞാൻ കത്തിയും കൊണ്ടൊന്ന് കളഞ്ഞു. അതിനുശേഷം ഇത് കഴുകിയതിന് ശേഷം ഇങ്ങനെ തോലൊന്നും കളയണ്ട, ഇതുപോലെ തന്നെ മുറിച്ചിട്ടിട്ട് അരക്കാൻ വിചാരിച്ചിട്ടാണ്. അരിക്കുന്നൊന്നുമില്ല, അരച്ചെടുത്തതിന് ശേഷം അതും ഞാൻ നേരിട്ടിട്ട് തന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാച്ചാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കൂല, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, കുറച്ച് സമയം എടുക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ എൻ്റെ അമ്പൂട്ടനെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം 2 ദിവസമായി വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട്, 1 വർഷമായി ഞാൻ ഈ വെളിച്ചെണ്ണ കഴിഞ്ഞ് ആക്കി വെച്ചേ. അപ്പോൾ ഈ രീതിയിൽ തന്നെ അരച്ച് കിട്ടുക കേട്ടോ. അത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വെളിച്ചെണ്ണയിലേക്ക് നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഇളക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാച്ചതിന് ശേഷം ഇതിൻ്റെ ഇതെല്ലാം ഉണ്ട്, മട്ടുമെല്ലാം ഉണ്ടല്ലോ, അത് നമ്മൾ അരിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം നമുക്കത് യോജിപ്പിക്കാൻ കുറച്ച് പണിയായിരിക്കും വെളിച്ചെണ്ണയായിട്ട്, പക്ഷേ അത് ലേശം ചൂടായി വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായിട്ട് അപ്പോൾ റെഡിയായി വരും ഗൈസ്. നമ്മൾ കുറഞ്ഞ തീയിൽ തന്നെ ഇത് ചൂടാക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ലേശം തീ കൂട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ലാസ്റ്റ് വരെ ഇത് തയ്യാറാവുന്നത് വരെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഇളക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ മൊത്തം പുറത്തേക്ക് തിളച്ച് മറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ചൊരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ തീ കൂട്ടി വെക്കുക. അതിന് ശേഷം തീ കുറച്ചിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഇളക്കുമ്പോൾ തിളച്ച് പൊന്തി പുറത്തേക്ക് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും വെളിച്ചെണ്ണ കാച്ചാൻ.
അപ്പോൾ എൻ്റെ അമ്പൂട്ടൻ അതിൻ്റെ കലാപരിപാടികൾ കണ്ടില്ലേ, തവിയും പാത്രങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു സമയത്താണ് ഞാനിത് കാച്ചാന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. കാരണം 2 ദിവസമായി വെളിച്ചെണ്ണ കാച്ച് തീർന്നത് കൊണ്ട് തലയിൽ ഞാനാണെങ്കിൽ കാച്ച വെളിച്ചെണ്ണ, നമ്മളെല്ലാവരും അതെ, കണ്ണനായാലും ഏട്ടനായാലും ഞാനായാലും അമ്പൂട്ടൻ എല്ലാവരും കാച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞ് 2 കുരുമുളക് എടുത്തിട്ട് ഞാൻ ചതച്ചിട്ടിന്. കാരണം അമ്പൂട്ടനും കൂടെ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട് അതിൽ എന്താ പറയുക തണുപ്പൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുരുമുളക് 1 2 ചതച്ച് ഇടുന്നത്. അമ്പൂട്ടനൊക്കെ പനിക്കൂർക്കലിൻ്റെയും തുളസിയെല്ലാം കാച്ച വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിന്, അതിപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതന്നെ ഉപയോഗിക്കൽ. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അമ്പൂട്ടന് വരുന്നില്ല, നല്ലതായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ഇതന്നെ ഓനും തലയിൽ തേച്ച് കൊടുക്കാൻ ഉപയോഗിക്കൽ. അപ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ മുടിയിൽ എനിക്ക് നല്ല മുടിക്ക് നീളം വെച്ചിനി. അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ നിന്നു, താരനില്ല. അപ്പം തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചലും കാര്യങ്ങളും അങ്ങനെയൊന്നും എനിക്കില്ല ഈ വെളിച്ചെണ്ണ തേച്ചേ പിന്നെ. അപ്പോൾ ഈ അമ്പൂട്ടൻ കണ്ട അതിൻ്റെ ഇടയ്ക്ക് പാത്രം കൊണ്ട് എന്തെല്ലോ കറി വെക്കലോ ചോറ് വെക്കലോ എന്തെല്ലോ പണിയാണ് ഓൻ്റെ കുരുത്തക്കേടും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിനി. അപ്പോൾ അമ്പൂട്ടൻ ഉണ്ടായ സമയത്ത് എനിക്ക് മുടി ഉണ്ടായിനി. അപ്പോൾ മുടി കൊഴിച്ചലായതുകൊണ്ട് ഞാൻ മുടി മൊത്തം മുറിച്ചിട്ടുണ്ടായിനി. അതിനുശേഷം ഈ കാച്ചിയ വെളിച്ചെണ്ണനെ കുറിച്ച് അറിഞ്ഞ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ 1 വർഷം കൊണ്ട് എൻ്റെ മുടിക്ക് നല്ല നീളം വെച്ചു. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ വെളിച്ചെണ്ണ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കലേ പറഞ്ഞാൽ, നമ്മൾ ലേശം അതിൻ്റെ പൊടിയില്ലേ, കറ്റാർ വാഴേൻ്റെ അതെല്ലാം ഒന്ന് നമ്മൾ വെറുതെ കയ്യിൻ്റെ അടുക്ക് സൈഡ് ഭാഗത്തു നിന്ന് എടുത്ത് നോക്കുക, പൊടി ആവുന്നുണ്ടോ നോക്കുക. അപ്പോൾ പൊടി ആവുന്നുണ്ടെങ്കിൽ അത് റെഡിയായി നടത്താം. പൊള്ളല്ലേ, പൊള്ളാതെ നോക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഉള്ളത്. ഞാൻ ഏതായാലും തീ ഓഫാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയാം, തീ ആദ്യം തന്നെ ലേശം 2 മിനിറ്റ് 2-3 മിനിറ്റ് തീ ഒന്ന് കൂട്ടി വെച്ച ശേഷം ബാക്കി പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് തന്നെ വെക്കുക. അല്ലെങ്കിൽ കറ്റാർ വാഴേൻ്റെ ആ ഒരു പത പൊന്തുമ്പം വെളിച്ചെണ്ണ മൊത്തം പുറത്തേക്ക് മറിയാൻ ചാൻസ് ഉണ്ട്, കൈ പൊള്ളാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയി, ഞാൻ തീ ഓഫാക്കി വെച്ചു. ഞാൻ പകലൊരു 11 മണിയാകുമ്പോൾ ആണ് കാച്ചിയത്. അതിൻ്റെ പിറ്റേ ദിവസം ആ 11 മണി വരെ ഞാൻ മൂടി വെച്ചു. പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ ഞാൻ തുറന്നിട്ട് ഗൈസ് കാണുന്നത് കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു കളറും അതുപോലെ തന്നെ ഉലുവേൻ്റെ കളറും കറിവേപ്പിലിൻ്റെ കളറെല്ലാം നല്ല അടിപൊളി മണവും കളറും. അപ്പോൾ ഞാൻ ഇതുപോലൊരു കുപ്പി സംഘടിപ്പിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുപ്പിയായിരുന്നു, കഴിഞ്ഞ വർഷമേ സംഘടിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷം വെളിച്ചെണ്ണ കാച്ചി വെച്ച ആ കുപ്പിയിൽ കഴിഞ്ഞതാട്ടോ, ഇത്രയും ഉണ്ടായിനി. അപ്പോൾ കാച്ചി വെച്ച് നമുക്ക് 1 വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും, അത്രയും നമുക്ക് നിൽക്കും. അപ്പോൾ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കയ്യിലും കൊണ്ട് കോരി എടുത്തിട്ട് ഒഴിക്കുക ചെയ്യുന്നത്. പാത്രത്തിലായാലും കയ്യിലായാലും ഒന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ വേഗം വെളിച്ചെണ്ണയ്ക്ക് അതൊരു ഇതായി മാറും. അതുകൊണ്ട് ഞാൻ പയ്യെ ശ്രദ്ധിച്ചിട്ടല്ല ഒഴിക്കുന്നത്. അമ്പൂട്ടനാണെങ്കിൽ ബേക്കുന്ന വിളിക്കും എല്ലാം ചെയ്യുന്നത് എനിക്ക് പേടിയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആരെങ്കിലും ഒരു ഒച്ചയാക്കും, പെട്ടെന്ന് നമ്മളെ ആ ഒരു ശ്രദ്ധ മാറിയിട്ട് മൊത്തം പോവില്ലേ. അങ്ങനെ ഒരു പാളി എനിക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അമ്പൂട്ടൻ പെട്ടെന്ന് തന്നെ ബേക്കുന്നത് വിളിക്കുകയോ ആക്കുകയോ ചെയ്ത സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ എനിക്ക് സങ്കടം വന്നു. നമുക്ക് വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ ലേശം പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനല്ലേ നമുക്ക് ഉണ്ടാവല്. അതുകൊണ്ട് എങ്ങനെയല്ലോ ഇങ്ങനെ ഇത്രയും ഒഴിച്ചെത്തിച്ചു. അപ്പോൾ നല്ല കളറല്ലേ ഗൈസ്. അപ്പോൾ അല്ലേ കുറച്ച് അരിച്ചിട്ട് അതിൽ ലേശം അതിൻ്റെ മട്ടും കാര്യങ്ങളും വെളിച്ചെണ്ണയിൽ ഉണ്ടാകും, സാരമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഊറിക്കോളും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. കാരണം എൻ്റെ മുടി എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ര ആ ഒരു നീളത്തിൽ വളരുകയും ചെയ്യും. ഒരുപാട് വളരുന്നില്ല, എന്നാലും എൻ്റെ മുടി തോളിൻ്റെ അത്രയും കൂടി ഉണ്ടായിട്ടില്ല. ആ മുടി എനിക്ക് എൻ്റെ ഒരു തോളിൻ്റെ താഴെ വരെ വളർന്നു. അപ്പോൾ കരണ്ട് പോയി ഗൈസ്, അതാട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഇത് അരിച്ചെടുത്ത ആ ഒരു മട്ടും കാര്യങ്ങളാണ്. ഇത് നമുക്ക് മുടി കുളിക്കുന്ന സമയത്ത് ഇനി പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഗൈസ് കേട്ടോ. അപ്പോൾ അരച്ചിട്ട് പാക്കായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അതിന് കമൻറ്റ് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.